എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണം മുടക്കിയാണെങ്കിലും തന്റെ പണം കൊണ്ട് പോണമെന്ന് ഉദ്ദേശിച്ച ഉപേന്ദ്രൻ കല്യാണ മണ്ഡപത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് വേണു അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. പിന്നീട് അവർ ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി. അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉപേന്ദ്രന്റെ മനസ്സിലായിരുന്നു. ഉപേന്ദ്രൻ വേണുവിനോട് പറഞ്ഞു, പണം തരുവാണെങ്കിൽ ഇന്ന് തരണം, ഇല്ലെങ്കിൽ ഈ വിവാഹം മുടങ്ങുമെന്ന് പറയാം. അങ്ങനെ ചവിത്താനും കടലിലും നടുക്കപ്പെട്ട ഒരു അവസ്ഥയില് വേണു നിൽക്കുകയാണ്. ഇനിയിപ്പോ മുഹൂർത്തത്തിന് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ഈ സമയത്തിനുള്ളില് പണം എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ടാ. ഉപേന്ദ്രൻ പറഞ്ഞു, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാടാ, നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നറിയാം. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മൂട്ടിലെ പൊടിയും തട്ടി അങ്ങോട്ട് പോകും. പിന്നെ ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ കെഞ്ചിക്കൊണ്ട് വരണം പണത്തിന് വേണ്ടിയിട്ട്. അതിന്റെ കാര്യമില്ലോ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് പിടിച്ച് പിടിയാലെ തന്നെ പണം മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയാം. എന്റെ ഉപേന്ദ്ര ഇത് ഞാൻ പറയുന്നു, നീ ഒന്ന് അനുസരിക്കുക. എങ്ങനെയെങ്കിലും നീ ഒന്ന് ഒഴിവായി പോ. നിനക്കുള്ള പണം ഞാൻ തരുമെന്ന് പറഞ്ഞാൽ തരും. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ മോളുടെ സ്വർണം ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിനക്ക് ഞാൻ പണം തരാന്ന് പറയാം. അപ്പൊ നീ എന്ത് ചെയ്യൂടാ സ്വർണത്തിന് വേണ്ടി? അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. അതിനെ കുറിച്ച് ഓർത്തിട്ട് ഉപേന്ദ്രൻ വിഷമിക്കണ്ട. ദൈവത്തെ ഓർത്ത് ഇപ്പൊ ഇവിടെ നിന്ന് പോവും. അറിയാലോ, ആകെയുള്ള മോള പലയിടത്തുനിന്നും കടം വാങ്ങിച്ചായി കല്യാണം തന്നെ നടത്തുന്നേ. അവള് അനന്തപുരിയിലേക്ക് വീട്ടിലേക്ക് കയറി ചെന്നാൽ മാത്രമേ നിന്റെ പണമാണല്ലോ എനിക്ക് തരാൻ പറ്റുള്ളൂ. ഉപേന്ദ്ര, ഇപ്പൊ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ പണം എനിക്ക് തരാൻ പറ്റില്ല. അതാണോ നല്ലത്? ഇനിയിപ്പം ഈ വിവാഹം നടന്ന് നിന്റെ പണം നിനക്ക് തരുന്നതാണോ നല്ലത്? നീ തന്നെ ആലോചിക്കാൻ പറയാം. ഈ സമയം ഉപേന്ദ്രൻ പറഞ്ഞു, വാക്ക് പറഞ്ഞാൽ നീ വാക്ക് മാറ്റത്തില്ലോ. ഇല്ല. പെട്ടെന്ന് ഉപേന്ദ്രൻ ആ കോളറിൽ അങ്ങ് പിടിവിടുവാണ് വേണുവിന്റെ. അപ്പോഴാണ് വേണുവിനൊരു സമാധാനമായത്. ഈ സമയം ആദർശ ഉപേന്ദ്രൻ വേണുവിനെ നോക്കി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എങ്ങും നോക്കിയിട്ട് കണ്ടില്ല. ഇതെവിടെ പോയി അനാമികയുടെ അച്ഛന് എന്നോർത്ത് നിൽക്കുക. ഈ സമയം അനാമികയുടെ നെഞ്ചിനകത്ത് ഒരു കൊട്ട തീയും വെച്ചോണ്ടാ നിക്കണേ. എന്തായി തീരുമെന്ന് അറിയില്ല. രേവതിനെ ഇങ്ങനെ നോക്കുക. പിന്നീട് രേവതി പതുക്കെ അടുക്കലേക്ക് വന്നപ്പോ അനാമി ചോദിച്ചു, എന്തൊക്കെയാ അമ്മയും നടന്നുകൊണ്ടിരിക്കുന്നേ? ഇനിയിപ്പോ ഉപേന്ദ്രൻ വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? മോളൊന്ന് ധൈര്യമായിട്ടിരിക്കുക. മോള് സങ്കടപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും. മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയണം. ഒന്നും കുഴപ്പമൊന്നും വരത്തില്ല. അച്ഛൻ ഇപ്പൊ തന്നെ വരൂന്ന് പറയാം. ഈ സമയം ദേവേനെയൊക്കെ നോക്കുന്നുണ്ട്. എന്താ പോലെ ഇവര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നേ. പെട്ടെന്ന് പൂജാരി പറഞ്ഞു, ഇനി ഇപ്പൊ മുഹൂർത്തത്തിന് സമയമായി. അനാമികയുടെ അച്ഛനെ വിളിച്ചോളാൻ പറയാണ്. പെട്ടെന്ന് ആദർശം തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരുടെ നോട്ടം അങ്ങോട്ടായി. സ്വീകരിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞ് പോയ ആളും ഇതിലായിട്ടും വന്നിട്ടില്ല. നോക്കാൻ പോയ ആളെയും കണ്ടിട്ടില്ല. ഇതിപ്പോ എല്ലാരും കൂടി ഇത് എങ്ങോട്ട് പോയെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഈ സമയം ആദർശ് പുറത്തേക്ക് ചെന്നു. പുറത്തേക്ക് ചെല്ലുമ്പോ ഉപേന്ദ്രൻ എന്ത് ചെയ്യണം അങ്ങോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ ആദർശ് എന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അതെ, ഒന്ന് രണ്ടവന്മാര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാരെ കാണാൻ വേണ്ടി ഞാനിവിടെ നിന്നേന്ന് പറയണം. ആരാ അങ്കളെ? അങ്കിളിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നുള്ളൂ. എന്താ കാര്യം എന്ന് ചോദിക്കാം. അത് വേറൊരു ചില ഇഷ്യൂവാ, അതൊന്നും കാര്യമാക്കേണ്ടതില്ലാന്ന് പറയണേ. എന്തേലും പ്രശ്നം ഉണ്ടെ പറ. അനന്തപുരിക്കാരോടാ കളിക്കാൻ പോണേ. അനന്തപുരിയിലെ മരുമോളായിട്ട് അതെ അങ്കിളിന്റെ മാള് വരാൻ പോന്നെ. അപ്പൊ അതുകൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞാൽ മതി. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പരിഹരിക്കാന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല ആദർശേ, വാ നമുക്കിപ്പോ ആ മുഹൂർത്തത്തിന് സമയമായില്ലേ എന്ന് പറയണം. പക്ഷെ ആദർശന് എന്തോ ഇത് തോന്നി. കാരണം വരുന്ന സമയത്ത് ഉപേന്ദ്രനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങൊന്നും തന്നെ ആദർശ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആദർശ് അങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോഴാണ് അവനങ്ങോട്ട് പോകുന്നത് കണ്ടേ. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ തോന്നലുണ്ട്. പിന്നെ ആ സമയമായതുകൊണ്ട് ആദർശ് അതത്ര കാര്യമാക്കില്ല. വാ അങ്കളെ, മുഹൂർത്തത്തിന് സമയമായി, അങ്കളുടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഈ സമയം നന്ദു ഇങ്ങനെ പാലത്തിന്റെ അവിടെ നിന്ന് ആലോചിക്കുക, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. എന്റെ ദേവി, എന്താ ചെയ്യണ്ടേ? താൻ ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അനിയുടെ ജീവിതം അത് തകർന്നു പോകും. അതൊരു കാരണവശാലും പാടില്ല. അവന്റെ ജീവിതം തകർന്നിട്ടുണ്ടെങ്കിൽ തനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നീട് അനിയെക്കുറിച്ചുള്ള ഓരോ നല്ല നല്ല നിമിഷങ്ങളും നന്ദുവിന്റെ മനസ്സും കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ തന്റെ ജീവന് ഇതോടുകൂടി തീർന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവന് നല്ലൊരു ജീവിതം കിട്ടുമായിരിക്കും. അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോ താൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നന്ദു ആ പാലത്തിന്റെ കൈവരിയിലേക്ക് കയറുവാണ്. ഇങ്ങനെ കയറി നിങ്ങട്ടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക, എന്ത് ചെയ്യണം എന്നറിയില്ലാതെ. ഈ സമയം ആദർശ് ഉപേന്ദ്രനല്ലേ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉപേന്ദ്രൻ വരൂ കേട്ടോ. വേണുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അനാമയ്ക്കും രേവതിക്കൊക്കെ ഒരു സമാധാനം. ഇത് എന്റെ ഭഗവാനെ രക്ഷപ്പെട്ടു. പക്ഷേങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്താ ഉപേന്ദ്രന് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ആദർശ സത്യങ്ങളൊക്കെ അറിഞ്ഞോന്നും രേവതിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വേണു അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അജയൻ ചോദിച്ചു, ഇത് ആരോ സ്വീകരിക്കാനെന്ന് പറഞ്ഞിട്ടോ? അവരെന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. അവര് പെട്ടെന്ന് തന്നെ പോയെന്ന് പറയണം. അവർക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ടാന്ന് പറയാം.
അപ്പോഴാണ് രേവതിക്ക് ഒരു ആശ്വാസം. രേവതി പതുക്കെ ചോദിച്ചു, ഉപേന്ദ്രനെ പോയോന്ന് ചോദിക്കാം. പോയിന്ന് പറയാം. ആദർശ് പല സത്യങ്ങളൊക്കെ അറിഞ്ഞു. തൽക്കാലത്തേക്ക് അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയാം. സമാധാനമായി. അല്ല, നിങ്ങൾ എന്തു പറഞ്ഞാ വിട്ടേന്ന് ചോദിക്കാം. അതൊക്കെ പിന്നീട് പറയാന്ന് പറയാം. ഈ സമയം പൂജാരി പറഞ്ഞു, അതേ മുഹൂർത്തത്തിനുള്ള സമയമായി, താലി കെട്ടിക്കോളാൻ പറയാണ്. അങ്ങനെ താലി എടുത്ത് കൊടുക്കുവാണ് അനിയുടെ കയ്യിലേക്ക്. അനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ടെൻഷനും വെപ്രാളും വിറയലും ഒക്കെ. ഈ സമയത്ത് നയനെ അവിടെ ചുറ്റും നോക്കുന്നുണ്ട്. നന്ദുവിനെ എവിടെയും കാണുന്നില്ല. നന്ദു ഇത് എവിടെ പോയി? എന്നാലും ഇത്ര സമയം ഇതെവിടെയെങ്കിലും മാറി നിൽക്കാനുള്ള വകുപ്പില്ല. അവൾ ഇവിടെ എവിടെയെങ്കിലും കാണണം. പെട്ടെന്ന് അവിടെ നബിയോട് പറഞ്ഞു, ഞാൻ അവളെ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. താലികെട്ടിനേക്കാളും മുഖ്യം നന്ദു ആണല്ലോ. അങ്ങനെ പുറത്ത് വന്നു നോക്കിയപ്പോ അവിടെയൊന്നും കാണുന്നില്ല. അവളിത് എവിടെ പോയി എന്നോർത്ത് നയനെ അവിടെ എല്ലാം ചുറ്റും നോക്കുക. നയനിക്ക് മനസ്സിലായി, ഒരു പക്ഷെ നന്ദുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവോ. നന്ദു ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാ പോയത്? പെട്ടെന്ന് നന്ദുവിന്റെ ഫോണിലേക്ക് വിളിക്കുവാണ്. ഫോണിലേക്ക് വിളിച്ചിട്ട് റിങ് ചെയ്തല്ലാതെ കോളൊന്നും എടുത്തുമില്ല. അവൾക്ക് പഴയ ടെൻഷനായിപ്പോയി. ഇനിയിപ്പോ അവള് എന്തെങ്കിലും കടുങ്ങയോ ചെയ്തിട്ടുണ്ടാവുമോ? ഈ കല്യാണം കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയം വിഘ്നേഷിനെ കണ്ടേ. വിഘ്നേഷിനോട് ചോദിച്ചു, അല്ല നന്ദുവിനെ എങ്ങാനും കണ്ടായിരുന്നു ചോദിക്കും. ഇല്ല നയനടുത്ത് കണ്ടില്ലെന്ന് പറയണ. എന്ത് പറ്റി? നന്ദുവിനെ ഇവിടെയും കണ്ടില്ല. ഞങ്ങള് മുമ്പേ കണ്ടതാ, പക്ഷെ അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല എന്ന് പറയാണ്. എന്നാലും അവൾ ഇത് എവിടെ പോയെന്ന് അറിയില്ലോ എന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, നയനേച്ചി അങ്ങോട്ടിയല്ല, ഞങ്ങൾ വേണം നോക്കിയിട്ട് വരാന്ന് പറയാം. അത് കുഴപ്പമില്ല, ഞാനും കൂടെ വരാന്ന് പറയാണ്. അങ്ങനെ അവരെയും കൂടെ കൂട്ടിയിട്ട് അവരവിടെ എല്ലാം ഒന്ന് നോക്കുകയാണ്. പക്ഷെ അവിടെ ഒന്നും നോക്കിയിട്ട് അവിടെ എങ്ങും നന്ദുവിനെ കണ്ടില്ല. പിന്നീട് നയന് പറഞ്ഞു, ഇവിടെ എങ്ങും കണ്ടില്ല, ഒരു കാര്യം ചെയ്യാം, ചിലപ്പം അവിടെ ഇനിയിപ്പോ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിലോ, നമുക്ക് അവിടേക്ക് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വിഘ്നേഷിന്റെ അവരുടെയും കൂടെ നയനയും കൂടെ പോവാണ്. നയനയ്ക്ക് കല്യാണമല്ല, അതിനേക്കാളും പ്രാധാന്യം തന്നെ നന്ദുവിന്റെ ജീവനാണ്. ഒരു പക്ഷെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നുണ്ടോ, കരയുന്നുണ്ടോ, ആ ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അതോ ഇനിയിപ്പോ വല്ല കടുങ്കൈ ചെയ്തെന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലേക്ക് വന്നേ. അങ്ങനെ നയനെ വിഘ്നേഷും അവരൊക്കെ അങ്ങോട്ട് പോകണം. അങ്ങനെ അവിടെ നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നോക്കി, പക്ഷെ ഒരിടത്തും കണ്ടില്ല. ഈ സമയം അനി വല്ലാത്ത ടെൻഷനിലാണ്. അനിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. താലി കെട്ടാനുള്ള സമയമായി. അനി അവിടെ എല്ലാം നന്ദുവിനെ തിരയുന്നുണ്ട്, പക്ഷെ അവിടെയൊന്നും കാണുന്നില്ല. അവന്റെ ഈ നോട്ടം നവിയെ ശ്രദ്ധിച്ചു. നവിയാണെങ്കിൽ അനയൊക്കെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതുപോലെ തന്നെ ജാനയ്ക്കും നന്ദുവിന്റെ കണ്ണുകൾ തിരയുന്നേ, നന്ദുവിന്റെ അല്ല അനിയുടെ കണ്ണുകൾ തിരയുന്നേ നന്ദുവിനെയാന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ സമയം ജാനകി പറഞ്ഞു, നീ എന്ത് നോക്കി നിൽക്കുക, പെട്ടെന്ന് താലി അർത്താൻ പറയാണ്. അനാമയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് മാത്രമുണ്ടല്ലോ. എങ്കിൽ മാത്രമല്ലേ താൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. പിന്നീട് അനാമയുടെ കഴുത്തിലേക്ക് താലി അർത്താനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ്. ഈ സമയത്ത് നന്ദുവിനെ അന്വേഷിച്ചു പോയ നയനെ വിഘ്നേഷും ഒക്കെ പാലത്തിന് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് അവരാ കാഴ്ച കാണുന്നത്. അവരൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ച. കാരണം അത്രയും സമയം പാലത്തിന്റെ കൈവരി കയറി നിൽക്കുമായിരുന്നു നന്ദു. അങ്ങനെ നന്ദു എന്ത് ചെയ്യുക, അവസാനം പാലത്തേന്ന് അങ്ങോട്ട് താഴേക്ക് ചാടുവാണ്. പാലത്തേന്ന് താഴേക്ക് ചാടുന്ന കണ്ടു. പെട്ടെന്ന് നയന നന്ദുന്ന് വിളിച്ചിട്ട് ഓടി അങ്ങോട്ട് വരുവാണ്. ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. നന്ദുവിന് ആപത്ത് പിണിഞ്ഞോ, ഇനിയിപ്പോ അതൊക്കെ വല്ല ആരുടെ ഒരു സ്വപ്നമാണെന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു. ഇനിയിപ്പോ നയനെ അവർ സ്വപ്നം കണ്ടതാണോ അതോ ഇനി നന്ദുവിന്റെ സ്വപ്നമാണോന്നൊന്നും അറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാ, നന്ദുവിന് ആപത്തൊന്നും സംഭവിക്കത്തില്ല. നന്ദു ജീവിതത്തിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും. എങ്കിലല്ലേ അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കത്തുള്ളൂ. ഇനിയിപ്പോ അനി എത്ര വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാലും നന്ദു ആയിരിക്കും നന്ദുവിനായിരിക്കും അനിയുമായിട്ടൊരു നല്ലൊരു ജീവിതം ഉണ്ടാകുക. അത് മാത്രമല്ല അവർ രണ്ടുപേരും ആയിരിക്കും ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം ഇനിയിപ്പോ നന്ദുവിന് എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.